അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത്, അതായത് ഘടനാപരമായ വിശകലനത്തിലൂടെ മിത്തിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത് എന്താണ്? സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത് എന്ന ഈ ഒരു പാരഗ്രാഫ് നിങ്ങളുടെ പേജ് നമ്പർ 35 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ, മാറരുത്. ഈ പേജ് 35 എന്നിട്ടിട്ടുള്ള ഭാഗത്ത് ഈ പേജ് 35 വരുന്ന ആ ഒരു പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ നോക്കൂ, എന്താണ് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ്, അതായത് മിത്തുകളുടെ ഘടനാപരമായ വിശകലനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ക്ലൗഡി ലെവി-സ്ട്രസ് ആണ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ലെവി-സ്ട്രസ് ഇതിലൂടെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും, അതേപോലെ തന്നെ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഏകദേശം 35-36 പേജുകളിലായിട്ടാണ്, 35, 36, 37 3 പേജുകളിലായിട്ട് വരുന്ന ഭാഗമാണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എഴുതിയിട്ട കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ക്ലൗഡി ലെവി-സ്ട്രസ് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്തിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്ലൗഡി ലെവി-സ്ട്രസ് ആർഗ്യൂസ് ദാറ്റ് the primary purpose of myth is to provide a logical model for resolving real social and intellectual contradiction. അതായത് ക്ലോഡ് ലെവി-സ്ട്രസ് അദ്ദേഹം മിത്തുകളുടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു, മിത്തുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ഭൗതികമായ വിരോധാഭാസങ്ങളെ അപ്പോൾ സാമൂഹികമായിട്ടും അതേപോലെ തന്നെ സോഷ്യലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും നിലനിൽക്കുന്ന കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വിരോധാഭാസങ്ങൾ, ആ വിരോധാഭാസങ്ങളെ പരിഹരിക്കുന്ന ഒരു മാതൃക നൽകുക എന്നതാണ്. അപ്പോൾ ക്ലൗഡി ലെവി-സ്ട്രസ് മിത്തുകളിലൂടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതായത് മിത്തുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും, അപ്പോൾ ലോജിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യത്തിലൂടെ നിലനിൽക്കുന്ന സാമൂഹികവും അതേപോലെ തന്നെ പിന്നെന്താണ് ഭൗതികവുമായ ഇൻ്റലക്ച്വലുമായിട്ടുള്ള വിരോധാഭാസങ്ങളെ, കോൺട്രഡിക്ഷനെ, അത്തരത്തിലുള്ള വിരോധാഭാസങ്ങളെ പരിഹരിക്കുന്ന ഒരു മാതൃക നൽകുക, ഒരു ലോജിക്കൽ മോഡൽ നൽകുക എന്നതാണ് ഏതിലൂടെ ക്ലൗഡി ലെവി-സ്ട്രസ് ചെയ്യുന്നത്? ഈ ഒരു സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്തിലൂടെ ക്ലൗഡി ലെവി-സ്ട്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലൗഡി ലെവി-സ്ട്രസ് ആർഗ്യൂ ചെയ്യുന്നു, എന്താണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്? അതായത് മിത്തുകളുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ഭൗതികമായിട്ടുള്ള കോൺട്രഡിക്ഷനെ പരിഹരിക്കുന്ന ഒരു മാതൃക നൽകുക. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും സോഷ്യലായിട്ടും ഇൻ്റലക്ച്വലായിട്ടുണ്ടാകുന്ന വിരോധാഭാസങ്ങൾക്ക്, അത്തരത്തിലുള്ള വിരോധാഭാസങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു മോഡൽ നൽകുക എന്നതാണ് ക്ലൗഡി ലെവി-സ്ട്രസ് ഇതിലൂടെ വിശദീകരിക്കുന്നത്, സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്തിലൂടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് ടു അണ്ടർസ്റ്റാൻഡ് എ മിത്ത് it must be broken down into its basic constituent element and analyzed through binary opposition. അതേപോലെ തന്നെ ഒരു മിത്തിനെ മനസ്സിലാക്കാൻ അതിനെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി വിഭജിച്ച് ബൈനറി ഒപ്പോസിഷനിലൂടെ വിശകലനം ചെയ്യണം. അപ്പോൾ ഒരു മിത്തിനെ മനസ്സിലാക്കുക എങ്ങനെയെന്നാ പറയുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് എ മിത്ത് it must be broken down to its basic constituent element and analyzed through binary opposition. ബൈനറി ഒപ്പോസിഷനിലൂടെയാണ്
ഒരു മിത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക, അനലൈസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ആര് വാദിക്കുന്നത്? ക്ലൗഡ് ലെവി-സ്ട്രസ് വാദിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് എ മിത്ത് ഇറ്റ് മസ്റ്റ് ബി ബ്രോക്കൺ ഡൗൺ ടു ഇറ്റ്സ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ആൻഡ് അനലൈസ്ഡ് ത്രൂ ബൈനറി ഒപ്പോസിഷൻ. ബൈനറി ഒപ്പോസിഷനിലൂടെയാണ് ഒരു മിത്തിനെ വിശകലനം ചെയ്യാൻ കഴിയുക എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? ക്ലൗഡ് ലെവി-സ്ട്രസ്. അപ്പൊ ബൈനറി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണാണ്. നേച്ചറും വരും, നേച്ചർ, കൾച്ചർ, ലൈഫ്, ഡെത്ത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒരു മിത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ആര് വിശദീകരിച്ചത്? ക്ലൗഡ് ലെവി-സ്ട്രസ് വിശദീകരിച്ചത്. ബൈനറി ഒപ്പോസിഷനിലൂടെയാണ് മിത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ആര് വിശദീകരിച്ചു? ക്ലൗഡ് ലെവി-സ്ട്രസ് വിശദീകരിച്ചു. കാരണം ബൈനറി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? രണ്ട് ഒപ്പോസിഷൻസ് ഉണ്ട്. നേച്ചർ അല്ലെങ്കിൽ കൾച്ചർ, പ്രകൃതിയും സംസ്കാരവും, ലൈഫ് ഓർ ഡെത്ത്, ജീവിതവും മരണവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലൂടെ, നേച്ചറും കൾച്ചറും ലൈഫും ഡെത്തും, ഇതിലൂടെയാണ് മിത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ആര് വാദിച്ചത്? ക്ലൗഡ് ലെവി-സ്ട്രസ്. അതിനെയാണ് ബൈനറി ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ നേച്ചർ, കൾച്ചർ, ലൈഫ്, ഡെത്ത്, ആ രണ്ട് കാര്യങ്ങളെ ഒറ്റ വാക്കിൽ നമ്മൾ എന്താ പറയുക? ബൈനറി ഒപ്പോസിഷൻ. അപ്പൊ ഈ ബൈനറി ഒപ്പോസിഷനിലൂടെയാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ടന്റ് ചെയ്യാൻ കഴിയുക, അനലൈസ് ചെയ്യാൻ കഴിയുക, മിത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ആര് വാദിച്ചു? അതായത് ക്ലൗഡ് ലെവി-സ്ട്രസ് വാദിച്ചു. എന്നിട്ട് അക്കോർഡിംഗ് ടു ലെവി-സ്ട്രസ് മിത്ത് ഹാവ് ആൻ അണ്ടർലൈയിങ് സ്ട്രക്ചർ ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഡെസ്പൈറ്റ് വേരിയേഷൻ ഇൻ കണ്ടന്റ്. അക്കോർഡിംഗ് ടു ലെവി-സ്ട്രസ്, ലെവി-സ്ട്രസ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണ്? മിത്ത് ഹാവ് ആൻ അണ്ടർലൈയിങ് സ്ട്രക്ചർ ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ഡെസ്പൈറ്റ് വേരിയേഷൻ ഇൻ കണ്ടന്റ്. അതായത് കണ്ടന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കണ്ടന്റ് പറഞ്ഞാൽ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മിത്തുകൾ ഒരുപോലെയുള്ള ഒരു അടിസ്ഥാന ഘടന നിലനിൽക്കുന്നു. ഈ കണ്ടന്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് മിത്തുകൾക്ക് ഒരുപോലെയുള്ള അടിസ്ഥാന ഘടന നൽകുന്നത്. അപ്പോൾ ലെവി-സ്ട്രസിന്റെ അഭിപ്രായത്തില് മിത്തുകൾക്ക് ഒരുപോലെയുള്ള അടിസ്ഥാന ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്, ഒരുപോലെയുള്ള അടിസ്ഥാന ഘടന നൽകുന്നത്, സ്ട്രക്ചർ ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. മിത്തുകൾക്ക് ഒരുപോലെയുള്ള അടിസ്ഥാന ഘടന നൽകുന്നത് ഏതിലുള്ള വേരിയേഷൻ ആണ്? ഡെസ്പൈറ്റ് വേരിയേഷൻ ഇൻ കണ്ടന്റ്, ഉള്ളടക്കത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. കണ്ടന്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, കണ്ടന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മിത്തുകളുടെ ഘടനയിൽ ഒരുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള രീതി കാണാനുള്ള കാരണം. അതായത് ഉള്ളടക്കത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് മിത്തുകൾക്ക് ഒരുപോലെയുള്ള അടിസ്ഥാന ഘടന നൽകുന്നത് എന്ന് ആര് വാദിച്ചു? ലെവി-സ്ട്രസ് വാദിച്ചു. മാത്രമല്ല, the structure refers to form or arrangement of element, while the content consists of specific details like characters, places and event. അതേപോലെ തന്നെ ഘടന എന്നത് ഒരു കഥയുടെ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ട്രക്ചർ refers form or arrangement of element, while the content consists of specific details like characters, places and events. In structural analysis, emphasis is placed on the form rather than content. അതായത് ഇവിടെ ഘടന എന്നത് ഒരു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കഥയുടെ രൂപത്തെ സൂചിപ്പിക്കുന്നത്. അതായത് കഥാപാത്രങ്ങൾ, സ്ഥലം, സംഭവങ്ങൾ എന്നിവയാണ് ഇവിടെ എന്ത്? കണ്ടന്റ്. അപ്പൊ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് മിത്ത്. മിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണ പുസ്തകങ്ങളെയൊക്കെ നമുക്ക് എന്ത് പറയാം? മിത്തുകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? ലെവി-സ്ട്രസ് പറയുന്നത് പോലെ കണ്ടന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് മിത്തുകളിൽ എന്ത് നിലനിൽക്കാനുള്ള കാരണം? അടിസ്ഥാന ഘടന നിലനിൽക്കുന്നതിനുള്ള കാരണം. മിത്തുകളിലെ അടിസ്ഥാന ഘടന നിലനിൽക്കാനുള്ള കാരണം കണ്ടന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്നാണ് ആര് പറഞ്ഞത്? ലെവി-സ്ട്രസ് പറഞ്ഞത്. അതുകൊണ്ട് the structure refers to the form of arrangement of elements, while the content consists of specific details like characters, places and events. അതേപോലെ തന്നെ ഇവിടെ ഘടന എന്നത് കഥയുടെ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളായിട്ടും, പ്ലേസ്, സ്ഥലങ്ങളായിട്ടും,
പിന്നെ ഇവൻ സംഭവങ്ങളായിട്ടും എന്നിവയാണ് കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫോം റാദർ ദാൻ ദ കണ്ടന്റ്. ഘടനാപരമായ വിശകലനത്തിൽ ഉള്ളടക്കത്തേക്കാൾ രൂപത്തിനാണ് പ്രാധാന്യം. ഇപ്പൊ സ്ട്രക്ചറൽ അനാലിസിസില് കണ്ടന്റിനേക്കാൾ പ്രാധാന്യം എന്തിനാണ് എന്നാ പറയുന്നത്? രൂപത്തിനാണ്. ദ സ്ട്രക്ചറൽ അനാലിസിസ് എംഫസിസ് പ്ലേസ്ഡ് ഓൺ ദ ഫോം റാദർ ദാൻ കണ്ടന്റ്. സ്ട്രക്ചറൽ അനാലിസിസിലെ ഈ കണ്ടന്റിനെക്കാട്ടിലും പ്രാധാന്യം എന്തിനാണ്? ഫോം എന്ന് പറഞ്ഞാൽ രൂപം. ഒരു കണ്ടന്റിനെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കുന്നത് സ്ട്രക്ചറൽ അനാലിസിസില് ഫോമിനാണ്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ തരികയാണ്. ഫോർ എക്സാമ്പിൾ, കൺസെപ്റ്റ് ലൈക്ക് സാക്രിഫൈസ് ആൻഡ് ട്രീറ്റഡ് ആസ് സ്ട്രക്ചറൽ എലമെന്റ്സ് irrespective of their ethnographic details. When reduced to their most basic forms, different myths appear similar, revealing universal pattern. ഉദാഹരണം, ഒരു സാക്രിഫൈസ് പറഞ്ഞാൽ എന്താണ്? ത്വജിക്കുക അല്ലെങ്കിൽ യാഗം എന്നൊക്കെ പറയും. അപ്പൊ ഒരു യാഗം പോലുള്ള ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആചാര വിവരങ്ങളെക്കാൾ സ്വതന്ത്രമായ ഘടനാപരമായ ഘടനകളെയാണ് കാണിക്കുന്നത്. ഇപ്പൊ സാക്രിഫൈസ് പോലെയുള്ള ആചാരങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നത്? ഘടനാപരമായിട്ടുള്ള ഒരു ഫോംസിനെയാണ് അവിടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസെപ്റ്റ് ലൈക്ക് സാക്രിഫൈസ് ആർ ട്രീറ്റഡ് ആസ് സ്ട്രക്ചറൽ എലമെന്റ്. ഒരു യാഗം എന്താണ് അവിടെ കാണിച്ചു തരുന്നത്? ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ്. ഘടനാപരമായിട്ട് ഒരു യാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഘടനാപരമായിട്ടുള്ള ഘടനയെയാണ് കാണിക്കുന്നത്. When reduced to their most basic form, different myths appear similar, revealing universal pattern. അതേപോലെ തന്നെ മിത്തുകളെ അവരുടെ ഏറ്റവും അടിസ്ഥാന രൂപങ്ങളിലേക്ക് ചുരുക്കുമ്പോൾ അവ തമ്മിൽ സാമ്യം കാണിക്കുന്നു. മിത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ, മിത്തിനെ നമ്മൾ ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ, അത് അടിസ്ഥാന രൂപത്തിലേക്ക് ചുരുക്കുമ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഘടനാപരമായ കാര്യങ്ങളുമായിട്ട് സാമ്യം കാണിക്കുന്നു. ഇതിലൂടെ മനുഷ്യ ചിന്തയുടെ സർവ്വസാധാരണ മാതൃകകൾ വെളിപ്പെടുത്തുന്നു. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഡിഫറൻറ്റ് മിത്ത് അപ്പിയർ സിമിലർ ടു റിവീലിംഗ് യൂണിവേഴ്സൽ പാറ്റേൺ. ദ മിത്ത് കംപ്ലീറ്റ്ലി ഫോളോ ബേസിക് സ്ട്രക്ചറൽ ഫോർമുല സച്ച് ആസ് സിറ്റുവേഷൻ, കോംപ്ലിക്കേഷൻ, റെസൊല്യൂഷൻ, ട്വിസ്റ്റ് വിച്ച് റിഫ്ലക്ട് ദ യൂണിവേഴ്സൽ ലോജിക് ഓഫ് ഹ്യൂമൻ തോട്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് എന്താ പറയുന്നത്? യാഗം പോലുള്ള ആശയങ്ങൾ, സാക്രിഫൈസ് പോലെയുള്ള ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആചാര വിവരങ്ങളെക്കാൾ സ്വതന്ത്രമായ ഘടനാപരമായ ഘടനകളെയാണ് കാണിക്കുന്നത്. മാത്രല്ല, മിത്തുകൾ അവയുടെ അടിസ്ഥാന രൂപങ്ങളിലേക്ക് ചുരുക്കുമ്പോൾ, അവയുടെ അടിസ്ഥാന രൂപത്തിലേക്ക് ചുരുക്കുമ്പോൾ എന്തുമായി സാമ്യം കാണിക്കുന്നു? ഘടനാപരമായ കാര്യങ്ങളുമായിട്ട് സാമ്യം കാണിക്കുന്നു, സ്ട്രക്ചറലിസമായിട്ട് സാമ്യം കാണിക്കുന്നു. അങ്ങനെ ഇതിലൂടെ മനുഷ്യ ചിന്തയുടെ ഹ്യൂമൻ തോട്ടിന്റെ സർവ്വസാധാരണ മാതൃകകൾ വെളിപ്പെടുത്തുകയും അതേപോലെ തന്നെ മിത്തുകൾ സാധാരണയായി സ്ഥിതി, സങ്കീർണത, പരിഹാരം, വഴിത്തിരിവ് എന്ന ഘടനാപരമായ മാതൃക പിന്തുടരുന്നു. അങ്ങനെ മിത്തുകൾ എന്തിലേക്കാണ്? കോംപ്ലിക്കേഷൻ, റെസൊല്യൂഷൻ, ട്വിസ്റ്റ് വിച്ച് റിഫ്ലക്ട് ദ യൂണിവേഴ്സൽ ലോജിക് ഓഫ് ഹ്യൂമൻ തോട്ട്. അതായത് മനുഷ്യ ചിന്തയുടെ സർവ്വസാധാരണ മാതൃകകൾ വെളിപ്പെടുത്തുന്നതിലൂടെ മിത്തുകൾ എന്തൊക്കെ പിന്തുടരുന്നുണ്ട്? സ്ഥിതി, അതേപോലെ തന്നെ സങ്കീർണത, അതേപോലെ തന്നെ പരിഹാരം, വഴിത്തിരിവ് തുടങ്ങി ഘടനാപരമായിട്ടുള്ള മാതൃകകൾ പിന്തുടരാനായി എന്ത് ശ്രമിക്കുന്നു? മിത്തുകൾ ശ്രമിക്കുന്നു. അപ്പൊ ഇതൊരു എന്താ പറയുക, അവര് പറയുന്ന അതേ രീതിയിൽ പറഞ്ഞു തരണം. പുറത്തേക്ക് ഇറങ്ങി പറയാൻ ഇതിലൊന്നുമില്ല. ഇതിൽ കാരണം ഇതൊരു ക്ലൗഡ് ലെവി-സ്ട്രസ്സിന്റെ ചിന്തകളാണ് മിത്തുമായിട്ട്. അപ്പൊ അതേ ലെവലിൽ തന്നെ നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ നന്നായി കേട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് ടീച്ചർ? യാഗം പോലുള്ള ആശയങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഘടനാപരമായ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തെന്നാ പറയുന്നത്? സാക്രിഫൈസ്. മാത്രല്ല പിന്നെ മിത്തുകളെ അവയെ ഏറ്റവും അടിസ്ഥാന രൂപത്തിലേക്ക് ചുരുക്കുമ്പോഴാണ് ഏതുമായിട്ട് സാമ്യം തോന്നുക? ഈ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതിന് സാമ്യം തോന്നുകയും മനുഷ്യ ചിന്തയുടെ സർവ്വസാധാരണ മാതൃകകൾ വെളിപ്പെടുത്തുകയും അങ്ങനെ സ്ഥിതി, സങ്കീർണത, പരിഹാരം, വഴിത്തിരിവ് എന്നീ
എന്നീ ഘടനാപരമായ മാതൃക പിന്തുടരുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ ഉൾപ്പെടുന്നത്, ഈ പേജ് 35 വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പേജ് 36 എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. വാട്ട് ഈസ് മീൻ ബൈ എന്തനോഗ്രഫി? എന്താണ് എന്തനോഗ്രഫി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തനോഗ്രഫിയിലൂടെ എന്താണ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്? നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ, അതായത് എന്തനോഗ്രഫിയിലൂടെയുള്ള ഒരു ഘടനാപരമായ വിശകലനത്തെയാണ്. എന്തനോഗ്രഫി പറഞ്ഞാൽ എന്താണ്? വിജ്ഞാനം. എന്തനോഗ്രഫി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വ്യക്തമാക്കാം, എന്താണ് വിജ്ഞാനത്തിൻ്റെ പങ്ക് എന്നാണ് എന്തനോഗ്രഫി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൈജ്ഞാനികപരമായിട്ടുള്ള സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ വ്യക്തമാക്കുന്നത് നോക്കൂ. ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ദ റോൾ ഓഫ് എന്തനോഗ്രഫി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് സം വാട്ട് അബീഗിയസ്. അതായത് ഒരു സ്ട്രക്ചറൽ അനാലിസിസിൽ എന്തനോഗ്രഫിയുടെ പങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അബീഗസ് ആണ്. അബീഗസ് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ്. ഒരു സ്ട്രക്ചറൽ അനാലിസിസിൽ ഒരു ഘടനാപരമായ വിശകലനത്തിൽ എന്തനോഗ്രഫിയുടെ റോള് അഥവാ പ്രാധാന്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? അബീഗസ്. അബീഗസ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ്, ആഴ്ന്നിറങ്ങിയതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ അനാലിസിസിൽ എന്തനോഗ്രഫിയുടെ പ്രാധാന്യം അത്രയും സ്പഷ്ടമായിട്ടുള്ളതാണ്, ആഴമേറിയതാണ്. ക്ലൗഡ് ലെവി-സ്ട്രാസ് emphasized the use of field data, especially in understanding social structure, which he defined as a model rather than a direct description of reality. അതേപോലെ തന്നെ ക്ലൗഡ് ലെവി-സ്ട്രാസ് സോഷ്യൽ സ്ട്രക്ചറിനെ, സാമൂഹിക ഘടനയെ യാഥാർത്ഥ്യത്തിൻ്റെ നേരിട്ടിട്ടുള്ള പ്രതിഫലനമായി കാണാതെ ഒരു മോഡലായി വ്യാഖ്യാനിച്ചു. ക്ലൗഡ് ലെവി-സ്ട്രാസ് emphasized the use of field data, especially in understanding social structure, which is defined as a model. അതായത് ക്ലൗഡ് ലെവി-സ്ട്രാസ് സോഷ്യൽ സ്ട്രക്ചറിനെ, സാമൂഹിക ഘടനയെ എങ്ങനെ കാണാതെ ഒരു റിയാലിറ്റി ആയിട്ട്, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നേരിട്ടിട്ടുള്ള റിഫ്ലക്റ്റിംഗ് ആയിട്ട് കാണാതെ, ഒരു റിയാലിറ്റി ആയി കാണാതെ അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നത് ഒരു മോഡലായിട്ട് വ്യാഖ്യാനിച്ചു. എന്നിട്ടോ ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു കൈൻഡ് ഓഫ് മോഡൽ, മെക്കാനിക്കൽ മോഡൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. അപ്പോൾ ക്ലൗഡ് ലെവി-സ്ട്രാസ് സോഷ്യൽ സ്ട്രക്ചറിനെ ഒരു റിയാലിറ്റി ആയി കാണാതെ എങ്ങനെ വ്യാഖ്യാനിച്ചു? ഒരു മോഡലായിട്ട് വ്യാഖ്യാനിച്ചു. ഞാൻ മോഡൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ക്ലൗഡ് ലെവി-സ്ട്രാസ് ആ മോഡൽസിനെ തരംതിരിച്ചത്. അപ്പോൾ ക്ലൗഡ് ലെവി-സ്ട്രാസ് സോഷ്യൽ സ്ട്രക്ചറിനെ ഒരു റിയാലിറ്റി ആയി കാണാതെ ഒരു മോഡലായിട്ട് വിവരിച്ചു എന്നാണ് പറയണത്. ഞാൻ മോഡൽ എന്ന് പറയുമ്പോൾ 2 kinds ഓഫ് മോഡൽ, 2 മോഡൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ മോഡൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. മെക്കാനിക്കൽ മോഡൽ എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്നും. ഇനി എന്താണ് മെക്കാനിക്കൽ മോഡൽ? മെക്കാനിക്കൽ മോഡൽസ് ഓപ്പറേറ്റ് അറ്റ് ദ സെയിം സ്കെയിൽ ഓഫ് ഫീൽഡ് ഡാറ്റ and apply where social rule such as marriage rule are strictly followed. മെക്കാനിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അപ്പം 2 രീതിയിലാണ് മോഡൽസിനെ തരംതിരിച്ചത്, മെക്കാനിക്കൽ മോഡൽസ് എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് എന്നും. ഇനി അതുകൊണ്ട് തന്നെ ഈ മെക്കാനിക്കൽ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ മോഡൽസ് operate at the same scale of field data and apply where social rules such as marriage rules. അതായത് സമൂഹത്തിലെ ചില നിയമങ്ങൾ, ഉദാഹരണത്തിന് വിവാഹ നിയമങ്ങൾ പോലെയുള്ള നിയമങ്ങളെ ഫോളോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുക. വിവാഹ നിയമങ്ങൾ പോലെയുള്ള
മോഡൽസ് റൂൾസുകൾ, മാരേജ് റൂൾസ് പോലെയുള്ള റൂൾസുകൾ ഫോളോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുക. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ആർ അപ്ലൈ വെൻ റൂൾ ആർ നോട്ട് മെക്കാനിക്കലി ഫോളോഡ്. മെക്കാനിക്കൽ മോഡൽസിന്റെ പോലെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ആൻഡ് പാറ്റേൺ എമർജ് ഓൺലി ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റ. അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിലൂടെയാണ് പ്രാധാന്യം അറിയിക്കുന്നത്, ഒരിക്കലും റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ആയിരിക്കുമ്പോൾ റൂൾസ് എന്ത് ചെയ്യുന്നില്ല? സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് അപ്ലൈ വെൻ റൂൾ ആർ നോട്ട് മെക്കാനിക്കലി ഫോളോഡ്. മെക്കാനിക്കൽ മോഡൽ ഫോളോ ചെയ്യുന്നത് പോലെ റൂൾസ് അപ്ലൈ ചെയ്യുന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അപ്ലൈ ചെയ്യുന്നില്ല. എന്തുമായിട്ടാണ് വിശകലനം നടത്തുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള വിശകലനമാണ് നടത്തപ്പെടുന്നത്. അപ്പൊ കുട്ടികള് രണ്ട് രീതിയിലാണ് മോഡൽസിനെ ക്ലൗഡ് ലെവി-സ്ട്രസ് ഡിവൈഡ് ചെയ്തത്, മെക്കാനിക്കൽ മോഡൽ എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്നും. മെക്കാനിക്കൽ മോഡൽ പറഞ്ഞാൽ എന്താണ്? അത് ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ അത് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. പല മാരേജ് റൂൾസ് പോലെയുള്ള റൂൾസുകൾ ഫോളോ ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ ഫീൽഡ് എന്ന് പറയുക. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫീൽഡിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫീൽഡ് ഒരിക്കലും റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്, അതായത് സ്ഥിതി വിവരണ വിശകലനമാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. അത്രയുള്ള അതിൽ വ്യത്യാസമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തനോഗ്രഫി ഹെൽപ്സ് ഐഡന്റിഫൈ വെദർ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഫങ്ഷൻ മെക്കാനിക്കലി ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി. അതുകൊണ്ട് തന്നെ ഈ എത്തനോഗ്രഫിയെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള മെക്കാനിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്തനോഗ്രഫിയെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ് ഏതൊക്കെ? മെക്കാനിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ. Even in society without implicit rules, statistical regulation may emerge from ethnographic data, however in the structural analysis of myth. അതേപോലെ തന്നെ ഈവൺ ഇൻ സൊസൈറ്റി വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് റൂൾസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി മേ എമർജ് ഫ്രം എന്തനോഗ്രാഫിക് ഡാറ്റ. അതുകൊണ്ട് എന്തനോഗ്രാഫിക് ഡാറ്റകൾ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലേഷനിലൂടെയാണ്. എന്തനോഗ്രാഫിക് ഡാറ്റകൾ എമർജ് ചെയ്യുന്നത്, ആവിഷ്കരിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിലൂടെയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നിയന്ത്രണങ്ങളിലൂടെയാണ്. ഹവർ ഇൻ ദ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത്, അതിനു വേണ്ടിയിട്ടാണ് ഏതിലൂടെ മിത്ത് വിശകലനം ചെയ്തത്? സ്ട്രക്ചറൽ അനാലിസിസിലൂടെ എന്ത് വിശകലനം നടത്തിയത്? മിത്തിനെ കുറിച്ച് വിശകലനം നടത്തിയത്. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൗഡ് ലെവി-സ്ട്രസ് എന്താ ആർഗ്യൂ ചെയ്യുന്നത്? ക്ലൗഡ് ലെവി-സ്ട്രസ് ആർഗ്യൂഡ് ദാറ്റ് ദ അനാലിസ്റ്റ് ഷുഡ് ഇഗ്നോർ ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇൻഫോർമെന്റ് ആൻഡ് റിയലി ഓൺ ലോജിക്കൽ അനാലിസിസ്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് ലെവി-സ്ട്രസ് അഭിപ്രായപ്പെട്ടു, കാരണവും വിശകലനവും എപ്പോഴും ശുദ്ധമായിട്ടുള്ള തർക്കത്തിനും യുക്തിക്കും കാരണമാകാം. അതായത് ലെവി-സ്ട്രസ് ആർഗ്യൂഡ് ദാറ്റ് an analyst should ignore the interpretation of informants and rely on logical analysis. അതായത് സ്ട്രെസ് അഭിപ്രായപ്പെടുകയാണ്, ഈ പലതരത്തിലുള്ള അനാലിസിസ് വിശകലനം എന്തിന് കാരണമായേക്കാം എന്നാ പറയുന്നത്? ചില ലോജിക്കലായിട്ടുള്ള അനാലിസിസ് പലതരത്തിലുള്ള ഇന്റർപ്രിറ്റേഷനും കാരണമായി തീരുമെന്നാണ് ആര് വാദിച്ചത്? ക്ലൗഡ് ലെവി-സ്ട്രസ് അനലൈസ് ചെയ്തത്. The structuralism tend to be dedicative, prioritizing underlying structures over subjective meaning. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറാലിസം ഘടനാവാദം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഡെഡിക്കേറ്റീവ് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സമീപനമാണ്. The structuralism tends to be dedicative, prioritizing മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതും മറ്റുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള അർത്ഥപൂർണമായ ഒരു വിഷയമാണ് എന്ത്? സ്ട്രക്ചറാലിസം.
ഇതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് എന്തനോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈജ്ഞാനികമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, എന്തനോഗ്രഫി എന്ന് പറയുക. അപ്പോൾ ആ എന്തനോഗ്രഫിയെ എന്തിലൂടെ അനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, സ്ട്രക്ചറൽ അനാലിസിസിലൂടെ വ്യക്തമാക്കാനാണ് ഇവിടെ ആര് ശ്രമിച്ചത്, ക്ലൗഡ് ലെവി-സ്ട്രസ് ശ്രമിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തനോഗ്രഫി ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഏത്, അതായത് ക്രിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഒരു വിമർശനാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മളിനി പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്രിറ്റിക്കൽ പോയിന്റ്സ് ഓഫ് വ്യൂ. സ്ട്രക്ചറാലിസത്തിനെ ക്രിറ്റിഫൈ ചെയ്യുക, വിമർശിക്കുക. ക്രിറ്റിക്കൽ പോയിന്റ്സ് ഓഫ് വ്യൂ അതായത് വിമർശനാത്മക കാഴ്ചപ്പാട്. അപ്പോൾ സ്ട്രക്ചറാലിസത്തെ എന്തുകൊണ്ടാണ് അതിനെ ക്രിറ്റിഫൈസ് ചെയ്യാനുള്ള കാരണമെന്നും എങ്ങനെയാണ് അത് ക്രിറ്റിഫൈസ് ചെയ്യുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ തേർഡ് യൂണിറ്റിലെ സ്ട്രക്ചറാലിസം എന്ന തേർഡ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. പേജ് നമ്പർ 40 വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഈ എഴുതിയിട്ടിട്ടുള്ളത്. ക്രിറ്റിക്കൽ പോയിന്റ്സ് ഓഫ് വ്യൂ. ക്രിറ്റിക്കൽ പോയിന്റ്സ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറാലിസത്തിനെ വിമർശനാത്മകമായ കാഴ്ചപ്പാടിലൂടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറാലിസത്തെ എങ്ങനെയാണ് വിമർശനാത്മകമായ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. സ്ട്രക്ചറാലിസം വാസ് influential for a time, but it attracted several criticism, especially regarding the role of the analyst. അതായത് എന്താ ഇവിടെ പറയുന്നത്, ഘടനാവാദം ഒരു കാലഘട്ടത്തിൽ ഏറെ ജനപ്രിയമായിരുന്നെങ്കിലും പിന്നീട് നിരവധി വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സ്ട്രക്ചറാലിസം വാസ് ഇൻഫ്ലുവൻഷ്യൽ ഫോർ എ ടൈം. സ്ട്രക്ചറാലിസം ഒരു കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും but it attracted several criticism, especially regarding role of the analyst. അതായത് പിന്നീട് അതിന് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല പ്രധാന വിമർശനം എന്ന് പറയുന്നത് എന്താണ്, വിശകലനം ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ്, ഒരു അനലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. റോൾ ഓഫ് ദ അനലിസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ സ്ട്രക്ചറാലിസത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഘടനാവാദം, സ്ട്രക്ചറാലിസം. പക്ഷെ പിന്നീട് അതിൽ ഒരുപാട് വിമർശനങ്ങളും വന്നിട്ടുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്, അനലിസ്റ്റ് പറഞ്ഞ വിമർശനാത്മകൻ, വിമർശനം അത് അനലൈസ് ചെയ്യുന്ന. അപ്പോൾ വിശകലനം ചെയ്യുന്ന ആള് ഈ സ്ട്രക്ചറാലിസത്തെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്, വിമർശിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ critics argues that structural analysis depend heavily on the interpreter's perspective, making conclusion subjective and inconsistent. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ ഞാൻ പറഞ്ഞു സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ഒരുപാട് സ്വാധീനം സമൂഹത്തിൽ സ്ട്രക്ചറാലിസം വരുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് ആരാണ് വിമർശിക്കുന്നത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ആളാണ് അതിനെ വിമർശിക്കുന്നത്. മാത്രമല്ല സ്ട്രക്ചറാലിസത്തിന്റെ വിശകലനം എന്ന് പറയുന്നത് ഏറെക്കുറെ വിശകലനം ചെയ്യുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ആശ്രയിക്കുന്നതിനാൽ അപ്പോൾ സ്ട്രക്ചറാലിസത്തിനെ കുറിച്ചുള്ള അനാലിസിസ് ആരുടെ കാഴ്ചപ്പാടിനനുസരിച്ച, ആരാണോ അത് വിശകലനം ചെയ്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. ഇന്റർപ്രറ്റേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പൊ സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ആരാണോ വിമർശിക്കുന്നത്
അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അതിന്റെ വിമർശനം നിലനിൽക്കുക. ഇപ്പൊ സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ആരാണോ വിശകലനം ചെയ്യുന്നത് ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അയാളുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഘടനവാദത്തെ കുറിച്ച് അഥവാ സ്ട്രക്ചറാലിസത്തെ കുറിച്ചുള്ള വിമർശനം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്ട്രക്ചറാലിസത്തെ വിശകലനം എന്ന് പറയുന്നത് ആ വിശകലനം ചെയ്യുന്ന വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ എന്താ, കാഴ്ചപ്പാടുകൾ. അപ്പൊ ആ വിശകലനം ചെയ്യുന്ന ആളുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും. മാത്രല്ല ഒരേ വസ്തുവിനെ കുറിച്ച് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത നിഗമനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് വിമർശകൻ ചൂണ്ടിക്കാട്ടുന്നു. സ്കോളേഴ്സ് ലൈക്ക് മിക്ചൽ അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, മേക്കിംഗ് കൺക്ലൂഷൻ സബ്ജക്റ്റീവ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ആരാണോ അനലൈസ് ചെയ്യുന്നത് അയാളുടെ കാഴ്ചപ്പാടിലുള്ള വിമർശനമായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വിമർശനം നടത്തുമ്പോൾ വിമർശനം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കാം, ഒരേ കാഴ്ചപ്പാടിനെ കുറിച്ച് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത നിഗമനങ്ങളിൽ എത്തുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും, പലതരത്തിലുള്ള വ്യത്യസ്ത നിഗമനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നതും ഏതിന്റെ പ്രത്യേകതയാണ്, സ്ട്രക്ചറാലിസത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ആരാണോ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അത് അനലൈസ് ചെയ്യുന്നത് അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും അതിന്റെ ക്രിറ്റിസിസം. മാത്രമല്ല പിന്നെന്താണ് പറയുന്നത്, ഒരേ സെയിം സബ്ജക്റ്റിനെ കുറിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ വ്യത്യസ്ത നിഗമനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്നും ആര് ചൂണ്ടിക്കാണിക്കുന്നു, ഈ സ്ട്രക്ചറാലിസത്തെ കുറിച്ച് ക്ലൗഡ് ലെവി-സ്ട്രസ് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കോളേഴ്സ് ലൈക്ക് മിച്ചൽ കരോൾ ക്രിറ്റിസൈസ്ഡ് ക്ലൗഡ് ലെവി-സ്ട്രസ് ഫോർ ഇമ്പോസിംഗ് binary opposition that are not clearly supported by the original text, such as in his analysis of the book of Genesis. അതായത് മൈക്കൽ കരോൾ, ഒരു സ്കോളർ ആട്ടോ, ഒരു പണ്ഡിതനാണ്. അപ്പൊ സ്കോളേഴ്സ് ലൈക്ക് മൈക്കൽ കരോൾ, അതായത് മൈക്കൽ കരോൾ പോലെയുള്ള പണ്ഡിതർ ക്ലൗഡ് ലെവി-സ്ട്രസ് നടത്തിയ അതായത് മൈക്കൽ കരോളിനെ പോലെയുള്ള പണ്ഡിതര് ക്ലൗഡ് ലെവി-സ്ട്രസിനെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള എന്തിനെ കുറിച്ച് വിമർശിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതായത് അവരുടെ വിശകലനത്തെ വിമർശിക്കുകയും അങ്ങനെ ലെവി-സ്ട്രസിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി കാണാത്ത ബൈനറി ഒപ്പോസിഷൻ അവയിൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് കരോളിന്റെ വാദം. ഇപ്പൊ മൈക്കൽ കരോൾ ഇവിടെ ആരെ വിമർശിക്കുന്നുണ്ട്, ക്ലൗഡ് ലെവി-സ്ട്രസിനെ വിമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിമർശിക്കുന്നത്, മൈക്കൽ കരോൾ ക്രിറ്റിസൈസ്ഡ് ക്ലൗഡ് ലെവി-സ്ട്രസ്, ഒരു സ്കോളർ ആയിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള മൈക്കൽ കരോള് ക്ലൗഡ് ലെവി-സ്ട്രസിനെ വിമർശിക്കുന്നു. എന്താണ്, ഏത് രീതിയിലാണ് ആ വിമർശനം? അതായത് ലെവി-സ്ട്രസിന്റെ ഗ്രന്ഥത്തില് എപ്പോഴും ബൈനറി ഒപ്പോസിഷൻ അടിച്ചേൽപ്പിക്കുകയാണ്. ഇമ്പോസിംഗ് ബൈനറി ഒപ്പോസിഷൻ, ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ തിയറികളിലൊക്കെ ഒരു ബൈനറി ഒപ്പോസിഷൻ ഇമ്പോസ് ചെയ്യാണ് എന്നാണ് ആര് വിമർശിക്കുന്നത്, ക്ലൗഡ് ലെവി-സ്ട്രസിനെ കുറിച്ച് മൈക്കൽ കരോള് വിമർശിക്കുന്നത്. ദാറ്റ് ആർ നോട്ട് ക്ലിയർലി സപ്പോർട്ടഡ്. മാത്രല്ല എന്താണ്, അത് ഈ ബൈനറി ഒപ്പോസിഷൻ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ഒറിജിനൽ ടെക്സ്റ്റിന് എന്ത് ചെയ്യപ്പെടുന്നില്ല, സപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. such as in his analysis of the book of Genesis. അതേപോലെ തന്നെ ഈ ഒരു വിമർശനം ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ ഏത് ബുക്കിനാണ് ഉണ്ടായത്, ജീനിഫീസ്. അതായത് ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ പ്രധാന ഗ്രന്ഥമായിട്ടുള്ള ജീനിഫീസിനെയാണ് മൈക്കൽ കരോള് വിമർശിച്ചത്. മക്കളെ, ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ജീനിഫീസ്. ആ ബുക്കിനെ കുറിച്ചാണ് ആര് വിമർശനം നടത്തിയത്, മൈക്കൽ കരോൾ എന്താണ് അവിടെ വിമർശനം നടത്തിയത്? ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ തിയറികൾ എന്ന് പറയുന്നത് ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന തിയറിയാണ്, ഒരു ഇമ്പോസിംഗ് ബൈനറി ഒപ്പോസിഷൻ ആണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒറിജിനൽ ടെക്സ്റ്റിനെ
സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഏതിനെ കുറിച്ച് വിമർശിച്ചു? ജീനി ഫിഫിനെ കുറിച്ച് മൈക്കൽ കരോള് ക്ലൗഡ് ലെവി-സ്ട്രഫിന്റെ ജീനി ഫിഫ് എന്ന പുസ്തകത്തെ മൈക്കൽ കരോള് ക്രിറ്റിഫൈഡ് ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ഇവിടെ എന്താ കരോൾ പോയിന്റ്സ് ഔട്ട് ദാറ്റ്, അതേപോലെ തന്നെ കരോൾ എന്താണ് അർത്ഥം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? Carol points out that Levi-Strauss often search for opposition, contradiction and meditates even when the text does not justify them. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലെവി-സ്ട്രഫിന്റെ ഗ്രന്ഥത്തിൽ എപ്പോഴും ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? കരോൾ പോയിന്റ് വ്യക്തമാക്കുന്നത്. മാത്രല്ല പിന്നെ Carol pointed out that Levi-Strauss often search for opposition, contradiction and meditates even when the text does not justify them. അതേപോലെ തന്നെ പിന്നീട് പറയാണ് അതൊരു ഏത് രീതിയിലുള്ള വിമർശനാത്മകമായിട്ടാണ് പറയുന്നത്? അതായത് Carol pointed out the Levi-Strauss often search for opposition, contradiction and meditates even when the text does not justify them. അതായത് കരോൾ അഭിപ്രായപ്പെടുകയാണ് ലെവി-സ്ട്രഫിന്റെ ടെക്സ്റ്റുകളിൽ എന്തെല്ലാം കാണപ്പെടുന്നില്ല എന്നാ പറയുന്നത്. ഒപ്പോസിഷൻസും കോൺട്രഡിക്ഷൻസും മെഡിറ്റേഷൻസും ഒന്നും ആരുടെ ടെക്സ്റ്റിൽ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല? ഈ ലെവി-സ്ട്രഫിന്റെ ടെക്സ്റ്റിൽ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് ആര് വിമർശിക്കുകയാണ്? കരോള് ലെവി-സ്ട്രഫിനെ വിമർശിക്കുന്നു. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. കാറ്റഗറീസ് ലൈക്ക് ക്രോവ്ലിംഗ് ആനിമൽസ്, അതായത് ഇവിടെ ക്രോവ്ലിംഗ് ആനിമൽസ് ഇൻ Genesis are treated as meditators through the text presents them simply as a separate group rather than a symbolic bridge between opposites. അതായത് ഇവിടെ എന്താണ് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്ഭവ ഗ്രന്ഥത്തിലെ ചില ജീവമാർഗങ്ങളെ മധ്യസ്ഥരായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥം അവയെ സ്വതന്ത്രമായൊരു വിഭാഗമായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അതായത് ക്രോവ്ലിംഗ് ആനിമൽസ് എന്ന അദ്ദേഹത്തിന്റെ ജീനിഫിസിലെ ഒരു പ്രധാനമായിട്ടുള്ള കാറ്റഗറിയാണ് ക്രോവ്ലിംഗ് ആനിമൽസ്. അപ്പോൾ ആ ക്രോവ്ലിംഗ് ആനിമൽസ് ഇൻ ജീനിഫിസ് ആർ treated as meditators through the text presents them simply as a separate group rather than a symbolic bridge between opposites. അതായത് ഉത്ഭവ ഗ്രന്ഥത്തിലെ ചില ജീവമാർഗങ്ങളെ മധ്യസ്ഥരായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥം അവയെ സ്വതന്ത്രമായൊരു വിഭാഗമായി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സിമിലർ ഒബ്ജക്ഷൻ ഓഫ് ഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ആൻഡ് മെയിൽ ഫീമെയിൽ ഒപ്പോസിഷൻ വിച്ച് ക്രിറ്റിക്സ് ആർ ഇമ്പോസ്ഡ് റാദർ ദാൻ ഡിറൈവ്ഡ്. അതേപോലെ തന്നെ പുരുഷ സ്ത്രീ, അതായത് മെയില് ഫീമെയിൽ ഒപ്പോസിഷൻ. അപ്പോൾ പുരുഷ സ്ത്രീ പിന്നെന്താണ് ഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി, മെയിൽ ഫീമെയിൽ ഒപ്പോസിഷൻ അറിയുന്നത്. അപ്പോൾ പുരുഷ സ്ത്രീ ഫലഭൂയിഷ്ഠത തുടങ്ങിയ വിരുദ്ധതകളുടെ വ്യാഖ്യാനങ്ങളും ഗ്രന്ഥത്തിൽ നിന്നും സ്വാഭാവികമായി ലഭിക്കുന്നില്ലെന്നും അവ വിശകലനകാരനെ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ആര് പറയുന്നു? കരോൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ കരോൾ ഇവിടെ ലെവി-സ്ട്രഫിനെ വിമർശിക്കുകയാണ്. ഏത് രീതിയിലാണ് വിമർശിക്കുന്നത്? ലെവി-സ്ട്രഫിന്റെ തിയറിയിൽ എന്തെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്നില്ല? ഒപ്പോസിഷൻസും കോൺട്രഡിക്ഷൻസും മെഡിറ്റേഷൻ ഒന്നും ലെവി-സ്ട്രഫിന്റെ ടെക്സ്റ്റിൽ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അതിനൊരു ഉദാഹരണമായിട്ട് എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് ഉത്ഭവ ഗ്രന്ഥത്തിലെ ക്രോവ്ലിംഗ് ആനിമൽസ് ഇൻ ജീനിഫിസ് ആർ ട്രീറ്റഡ് ആസ് മെഡിറ്റേറ്റ്സ് ത്രൂ ദ ടെക്സ്റ്റ് പ്രസന്റ് ദം സിംപ്ലി ആസ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ് റാദർ ദാൻ എ സിംബോളിക് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ്. അതായത് ഉത്ഭവ ഗ്രന്ഥത്തിലെ ചില ജീവവർഗങ്ങളെ മധ്യസ്ഥരായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥം അവയെ സ്വതന്ത്രമായൊരു വിഭാഗമായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉത്ഭവ ഗ്രന്ഥത്തിലെ ചില ജീവവർഗങ്ങളെ എന്തായിട്ട് മെഡിറ്റേറ്റേഴ്സായി മധ്യസ്ഥരായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഗ്രന്ഥം അവയെ എങ്ങനെയാണ് കാണുന്നത്? സ്വതന്ത്രമായൊരു വിഭാഗമായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ലെവി-സ്ട്രഫിന്റെ തിയറിയിലെ പുരുഷനും സ്ത്രീയും ഫെർട്ടിലിറ്റി തുടങ്ങിയ
വ്യാഖ്യാനങ്ങളെയൊന്നും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും മാത്രമല്ല അത് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ അവർ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് കാണപ്പെടുന്നത് എന്നും ആരെ വിമർശിക്കുന്നു? ലെവി സ്ട്രഫിനെ കാരോള് വിമർശിക്കുന്നു. ആൻഡ് ദെൻ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? മെറ്റീരിയലിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് മെർവിൻ ഹാരിസ് ആൾസോ ക്രിറ്റിഫൈഡ് structuralism for ignoring obvious social and ecological explanation in favor of abstract and exotic interpretation. അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മാർവിൻ ഹാരിസ്, മെറ്റീരിയലിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് മാർവിൻ ഹാരിസ് ആൾസോ ക്രിറ്റിഫൈഡ് സ്ട്രക്ചറാലിസം. ഒരു മെറ്റീരിയലിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മാർവിൻ ഹാരിസ് എന്തിനെ വിമർശിക്കുന്നു? സ്ട്രക്ചറാലിസത്തെ വിമർശിക്കുന്നു. എങ്ങനെയാണ് വിമർശിക്കുന്നത്? for ignoring obvious social and ecological explanation in favor of abstract and exotic interpretation. അതായത് വ്യക്തമായ സാമൂഹികവും പരിസ്ഥിതിയുമായ കാരണങ്ങളെ അവഗണിച്ച് സങ്കീർണമായ വിശദീകരണങ്ങളിലേക്ക് ഘടനാവാദം നീങ്ങുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. ഘടനാവാദം എന്തിലേക്ക് നീങ്ങുന്നു എന്നാ പറയുന്നത്? ഒരു സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഘടനാവാദം നീങ്ങുകയാണ് എന്നാണ് ആര് വിമർശിച്ചത്? മാർവിൻ ഹാരിസ് സ്ട്രക്ചറാലിസത്തെ വിമർശിച്ചത്. ഘടനാവാദം ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് അഥവാ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഘടനാവാദം എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? മാർവിൻ ഹാരിസ് അഭിപ്രായപ്പെട്ടത്. അതേപോലെ തന്നെ ഇൻ കോൺട്രാസ്റ്റ് ടു ലെവി സ്ട്രഫ് സിംബോളിക് റീഡിംഗ് ഓഫ് ഫിഗേഴ്സ് ലൈക്ക് കോയോട്ട് ആസ് എ ട്രിക്സ്റ്റർ മെഡിറ്റേറ്റിംഗ് ലൈഫ് ആൻഡ് ഡെത്ത്. അതേപോലെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ലെവി സ്ട്രഫിന്റെ കോയോട്ടിയെ ജീവനും മരണവും തമ്മിലുള്ള മധ്യസ്ഥതയായ ട്രസ്റ്ററായി വ്യാഖ്യാനിച്ചപ്പോൾ ലെവി സ്ട്രഫിന്റെ ഒരു തിയറിയാണ് ഇത്. ഇവിടെ ശ്രദ്ധിക്കൂ. ഇൻ കോൺട്രാസ്റ്റ് ടു ലെവി സ്ട്രഫ് സിംബോളിക് റീഡിംഗ് ഫിഗേഴ്സ് ലൈക്ക് കോയോട്ട്. അപ്പൊ ലെവി സ്ട്രഫിന്റെ മറ്റൊരു തിയറി ആയിട്ടുള്ള കോയോട്ട് എന്ന് പറയുമ്പോൾ ജീവനും അതെ ഡെത്ത് ആൻഡ് ലൈഫ്. അപ്പോൾ കോയോട്ട് ട്രിക്സ്റ്റർ മെഡിറ്റേറ്റിംഗ് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെവി സ്ട്രഫിന്റെ ഒരു സിംബോളിക് തിയറി ആയിട്ടുള്ള കോയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിക്സ്റ്റർ മെഡിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ഡെത്ത്, ജീവനും മരണവും എന്ന ഈ ഒരു ആശയത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അതിന് കൂടുതൽ പ്രായോഗികതയും ഭൗതികമായ വിശദീകരണം നൽകുന്നുണ്ട് എന്നും വ്യാഖ്യാനിച്ചു. ഇപ്പൊ ലെവി സ്ട്രഫിന്റെ കോയോട്ടിലൂടെ ട്രിക്സ്റ്റർ മെഡിറ്റേറ്റിങ്ങിനെ വിശദീകരിക്കുമ്പോഴും ഹാരിസ് എന്താ പറയുന്നത്? അതിൽ ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ആര് വിമർശിച്ചു? ഹാരിസ് വിമർശിച്ചു. ആൻഡ് ദെൻ അങ്ങനെ ഓവറോൾ ക്രിറ്റിക്സ് ഈ സ്ട്രക്ചറാലിസം ആസ് ഓവർലി സ്പെക്കുലേറ്റീവ് ആൻഡ് ഡേറ്റഡ് ഫ്രം എംപെരിക്കൽ റിയാലിറ്റി. അതേപോലെ തന്നെ ഘടനാവാദം അത്യധികം സിദ്ധാന്തപരവും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നതുമാണെന്ന് വിമർശകർ വിലയിരുത്തുന്നു. ഘടനാവാദം എന്ന് പറയുന്നത് സ്ട്രക്ചറാലിസം ആസ് ഓവർലി സ്പെക്കുലേറ്റീവ്. ഘടനാവാദം എന്ന് പറയുന്നത് അത്യധികം സ്പെക്കുലേറ്റീവ് ആണ്. ഒരു എന്താണ്? ഊഹാപോഹമാണ്. സ്പെക്കുലേറ്റീവ് പറഞ്ഞാൽ എന്താ? ഊഹം. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ ഊഹാപോഹമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ സ്ട്രക്ചറാലിസം ഒരു സ്പെക്കുലേറ്റീവ് ആണ്. അതേപോലെ തന്നെ പിന്നെ എന്താണ്? അത് ഡീച്ചഡ് ഫ്രം എംപെരിക്കൽ റിയാലിറ്റി. അത് യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതുമാണ്. റിയാലിറ്റിയിൽ നിന്നും അകന്നു നിൽക്കുന്നതുമാണ്. അതൊരു സ്പെക്കുലേറ്റീവുമാണ് എന്നാണ് ഹാരിസ് ഏതിനെ വിമർശിച്ചത്? സ്ട്രക്ചറാലിസത്തെ വിമർശിച്ചത്. സ്ട്രക്ചറാലിസം ഒരു സ്പെക്കുലേറ്റീവുമാണ്. അതിനോടൊപ്പം തന്നെ അത് റിയാലിറ്റിയിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതുമാണ് എന്ന് ആര് വിമർശിച്ചു? മെറ്റീരിയൽ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഹാരിസ് സ്ട്രക്ചറാലിസത്തെ വിമർശിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറാലിസത്തെ അതിലുള്ളത്. അതായത് ആദ്യം വിമർശിക്കുന്നത് ആരാണ്?
സ്ട്രക്ചർ ആരിഫത്തെ കാരോളാണ് ലെവി സ്ട്രഫിന്റെ തിയറികളെ ക്ലാരോള് വിമർശിക്കുന്നുണ്ട്. പിന്നെ വിമർശിക്കുന്നത് ആരാണ്? ഹാരിഫ്, ഒരു ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മാർവിൻ ഹാരിഫാണ് ഈ സ്ട്രക്ചർ ആരിഫത്തെ വിമർശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി തരാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് നടത്തുമ്പോൾ ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 2-ലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റിലേക്ക് കടക്കാം. അതായത് കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്, സംഘർഷ കാഴ്ചപ്പാടുകൾ. എന്താണ് കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവിൽ വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ.